മസനഗുഡി വഴി മൈസൂരിൽ നിന്നും ഊട്ടിയിലേക്ക് ഒരു യാത്ര. ഗുഡലൂർ വഴി ഒരു മടക്കുയാത്ര. ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഞാൻ ഒരു 5 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. ജോലിയും കൂടെ ചെയ്യുന്നതിനാൽ പുലർച്ചയ്ക്കു 5 മുതൽ 9 വരെ യാത്രയ്ക്കും പിന്നെ 9 മുതൽ 5 വരെ ജോലിക്ക് പ്ലാൻ ചെയ്ത ഒരു പട്ടികയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അത് അനുസരിച്ചു ഇന്നലെ ഞാൻ മൈസൂരിൽ താമസിച്ചു. ഇന്ന് പുലർച്ചയ്ക്കു 6 മണിക്ക് മൈസൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ഉള്ള യാത്ര ആരംഭിച്ചു. ഇന്ത്യയിൽ കർണാടകത്തിലെ വലിയ പ്രധാനപ്പെട്ടതും പ്രശസ്തമായ ഒരു സ്ഥലമാണ് മൈസൂർ പട്ടണം. ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മൈസൂർ. മൈസൂർ കർണാടകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ നഗരമാണ്. മൈസൂർ പാലസ്, മൈസൂർ സൂ, ചാമുണ്ഡി ഹിൽസ്, വൃന്ദാവൻ ഗാർഡൻസ്, സെന്റ് ഫിലോമിന പള്ളി എന്നിവയാണ് മൈസൂരിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ഇനിയും അല്പസമയം മൈസൂർ പട്ടണത്തിലൂടെ യാത്ര ചെയ്യാം. വർഷങ്ങൾ പഴക്കമുള്ള ധാരാളം വൻമരങ്ങളും ഇവിടുത്തെ കോർപ്പറേഷൻ പരിപാലിക്കുന്ന മനോഹരമായ ചെടികളും എല്ലാം ഈ പട്ടണത്തെയും പാതയോരങ്ങളെയും ഒക്കെ മനോഹരം ആക്കുന്നു. പൊതുവെ ഒരു വൃത്തി ഉള്ള പട്ടണമാണ് മൈസൂർ സിറ്റി. മൈസൂരുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. അംബാ വിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. മൈസൂരു ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഈ പട്ടണത്തിൽ പല കെട്ടിടങ്ങൾക്കും പഴയ കൊട്ടാരങ്ങളുടെ ഒരു പ്രൗഢിയുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പല കെട്ടിടങ്ങളും മൈസൂർ കൊട്ടാരത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്.
അങ്ങനെ ഞാൻ മൈസൂർ പട്ടണം വിട്ടു നഞ്ചൻഗുഡ് വഴി ബന്ദിപ്പൂരിലേക്ക് ഉള്ള യാത്ര തുടർന്നു. ബന്ദിപ്പൂർ കർണാടകത്തിന്റെ ബോർഡറിലെ ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. ബന്ദിപ്പൂർ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് ബോർഡറിലെ മുതുമലൈ റിസർവ് ഫോറസ്റ്റ് ആണ്. നോക്ക്, എത്ര മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആണിത്. പട്ടണം വിടുമ്പോൾ തന്നെ ഒരു വേറെ വൈബ് തന്നെയാണ്. അങ്ങനെ ഞാൻ നഞ്ചനഗുഡ് വഴി ഗുണ്ടൽപേട് എന്ന സ്ഥലത്തു എത്തി. ഇതു ബന്ദിപ്പൂരിന് മുൻപുള്ള ഒരു പ്രധാന ജംഗ്ഷനാണ്. ഗുണ്ടൽപേട് കഴിയുമ്പോൾ ഭൂപ്രകൃതി തന്നെ മാറും. കാഴ്ചകളും സൈഡുകളിൽ കൃഷിയിടങ്ങൾ, തടാകങ്ങൾ, കൂറ്റൻ മരങ്ങൾ എന്നിവയെല്ലാം കാണാം. റോഡിന്റെ ഇടത്തുവശത്തു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് തുടങ്ങുന്നു എന്ന് അറിയിക്കുന്ന ഒരു കടുവയുടെ പ്രതിമയും അതിന് അടിയിൽ ഒരു കുറിപ്പും കാണാം. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് എൻട്രൻസിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ പാസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഒരു ചെറിയ ഫീസുമുണ്ട്. പക്ഷേ ഇരുചക്ര വാഹനങ്ങൾക്ക് ഫ്രീ എൻട്രിയാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്ത അനുഭവം ആണ് ലഭിക്കുന്നത്. എല്ലായിടത്തും മരങ്ങൾ. റോഡരുകിത്തു കൂറ്റൻ കാടല്ലെങ്കിലും അല്പം ഉള്ളിക്കു പോയാൽ കൊടും കാട് തന്നെയാണ്. ഈ വഴിയിലൂടെ രാത്രി 8 മണി കഴിഞ്ഞാൽ യാത്ര അനുവദിക്കില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പുലർച്ചയ്ക്ക് 6 മണി കഴിഞ്ഞു മാത്രമേ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ.
ഇതിലൂടെ ഉള്ള റോഡിൽ സ്പീഡ് ബ്രേക്കേഴ്സ് അഥവാ ഹമ്പുകൾ കൂടെ കാണാം. അതിനാൽ വേഗത അധികം കൂട്ടാൻ പറ്റില്ല. അരികത്തു യാത്രക്കാർക്ക് അല്പം വിശ്രമിക്കാൻ ഉള്ളൊരു സ്ഥലം കാണാം. അവിടെ പാർക്കിംഗ് സൗകര്യവും ശുചിമുറിയും ഒക്കെ ഉണ്ട്. സ്നാക്സും മറ്റു ലഘു ഭക്ഷണങ്ങളും വാങ്ങാനുള്ള സൗകര്യമൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. നീർത്തടാകങ്ങൾ നമ്മുടെ കണ്ണുകൾക്കു എപ്പോഴും കുളിർമയേകുന്ന ദൃശ്യങ്ങൾ ആണല്ലോ. ഇവിടെ ഇങ്ങനത്തെ തടാകങ്ങളും അരുവികളും ഒക്കെ കാണാൻ പറ്റും. കൂട്ടത്തോട് പുല്ലുമേയുന്ന മാനുകളും കുരങ്ങുകളും കാട്ടുപോത്തുകളും ആനയും ഒക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. അങ്ങനെ ഞാൻ ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെ അവസാന ഭാഗം എത്തി. ഇവിടെ കർണാടകം കഴിയുകയാണ്. മുന്നിൽ കാണാൻ സ്റ്റീൽ ബ്രിഡ്ജ് കടന്നാൽ തമിഴ്നാട് ആണ്. അവിടെ മുതുമലൈ റിസർവ് ഫോറസ്റ്റ് തുടങ്ങും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. തമിഴ്നാട്ടിലെ മുതുമലൈ ഫോറസ്റ്റ് മുതൽ ഉള്ള യാത്ര അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എന്റെ കൂടെ ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി. നമസ്കാരം.